വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. പുറപ്പാട് പുസ്തകം 36-ാം അധ്യായം. കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം അനുസരിച്ച് വിശുദ്ധ സ്ഥലത്തിന്റെ ഓരോ ശുശ്രൂഷാ ജോലിയും അറിഞ്ഞു ചെയ്യാൻ ബസാലേലും ഒഹോലിയാബും കർത്താവ് ജ്ഞാനവും ബുദ്ധിയും നിക്ഷേപിച്ച ജ്ഞാനമതികളിൽ ഓരോ വ്യക്തിയും കർമ്മനിരതരാകണം. ബസാലിയേലിനെയും ഒഹോലിയാബിനെയും കർത്താവ് ഹൃദയത്തിൽ ജ്ഞാനം പകർന്ന ജ്ഞാനമതിയായ ഓരോ വ്യക്തിയെയും ജോലിക്കെത്തി അത് ചെയ്യാനായി ഹൃദയമർപ്പിച്ച സകലരെയും മോശ വിളിച്ചു. മോശയുടെ സാന്നിധ്യത്തിൽ വെച്ച് അവർ വിശുദ്ധ സ്ഥലത്തിന്റെ ശുശ്രൂഷാ ദൗത്യം നിർവഹിക്കാനായി ഇസ്രായേലിയർ കൊണ്ടുവന്ന കാണിക്കകളെല്ലാം അതിനായി സ്വീകരിച്ചു. അവരാകട്ടെ തുടർന്നും പ്രഭാതം തോറും സ്വാഭീഷ്ട കാഴ്ച അവന്റെ പക്കൽ കൊണ്ടുവന്നിരുന്നു. അതിനാൽ വിശുദ്ധ സ്ഥലത്തിന്റെ ജോലിയൊക്കെയും ചെയ്തിരുന്ന വിദഗ്ധരെല്ലാം അവർ ഓരോരുത്തർ ചെയ്തിരുന്ന ജോലി വിട്ടുവന്ന് മോശയോട് ഇപ്രകാരം പറഞ്ഞു: കർത്താവ് കൽപ്പിച്ചിട്ടുള്ള ശുശ്രൂഷാ ദൗത്യ നിർവഹണത്തിനായി ജനം ആവശ്യമുള്ളതിലധികം കൊണ്ടുവന്ന് കൂട്ടുകയാണ്. മോശ കൽപ്പിച്ചതിനെ തുടർന്ന് അവർ പാളയത്തിൽ ഇപ്രകാരം സന്ദേശം പ്രചരിപ്പിച്ചു: പുരുഷനോ സ്ത്രീയോ വിശുദ്ധ സ്ഥലത്തിലുള്ള കാണിക്കയ്ക്കായി ഇനിമേൽ പ്രയത്നിക്കേണ്ടതില്ല. അതോടെ അത് കൊണ്ടുവരുന്നതിൽ നിന്ന് ജനം പിന്മാറി. എല്ലാ പണിയും ചെയ്യുന്നതിനു വേണ്ടിയുള്ള സാമഗ്രി ശേഖരം അവർക്ക് ആവശ്യത്തിനുണ്ടായിരുന്നു, മിച്ചവുമായിരുന്നു. പണി ചെയ്തിരുന്നവരിൽ ജ്ഞാനമതിയായ ഓരോ വ്യക്തിയും 10 മേൽവിരികളുള്ള ഒരു ആലയമുണ്ടാക്കി. പിരിച്ച ചണം, നീല, ധൂമ്ര, കടും ചുമപ്പ് നൂലുകൾ എന്നിവ കൊണ്ട് കെരൂബുകളെയും വിദഗ്ധ സൃഷ്ടിയായി അവർ അവ ഉണ്ടാക്കി. ഒരു മേൽവിരിയുടെ നീളം 28 മുഴം, ഒരു മേൽവിരിയുടെ വീതി 4 മുഴം. എല്ലാ മേൽവിരികൾക്കും ഒരേ അളവായിരുന്നു. 5 മേൽവിരികൾ ഒന്നൊന്നിനോട് അവൻ യോജിപ്പിച്ചു. മറ്റേ 5 മേൽവിരികളും ഒന്നൊന്നിനോട് യോജിപ്പിച്ചു. കൂട്ടി യോജിപ്പിച്ചതിൽ അഗ്രത്ത് നിന്ന് ആദ്യ മേൽവിരിയുടെ വക്കിൽ നീല നൂൽക്കണ്ണികൾ ഉണ്ടാക്കി. രണ്ടാമത് കൂട്ടി യോജിപ്പിച്ചതിൽ അവസാനത്തെ മേൽവിരിയുടെ വക്കിലും അപ്രകാരം ചെയ്തു. ആദ്യത്തെ മേൽവിരിയിൽ 50 കണ്ണികൾ ഉണ്ടാക്കി. കൂട്ടി യോജിപ്പിച്ച രണ്ടാമത്തെ മേൽവിരിയുടെ അഗ്രത്തിലും 50 കണ്ണികൾ ഉണ്ടാക്കി. കണ്ണികൾ ഒന്നൊന്നിനോട് നേർക്കായിരുന്നു. അവൻ 50 സ്വർണ്ണ കൊളുത്തുകൾ ഉണ്ടാക്കി. കൊളുത്തുകൾ കൊണ്ട് മേൽവിരികൾ ഒന്നൊന്നിനോട് യോജിപ്പിച്ചപ്പോൾ ആലയം ഒന്നായി തീർന്നു. കൂടാതെ ആലയത്തിന് മുകളിൽ കൂടാരമായി കോലാട്ടിൻ രോമം കൊണ്ടുള്ള മേൽവിരികൾ അവൻ ഉണ്ടാക്കി. 11 മേൽവിരികളായാണ് അവ ഉണ്ടാക്കിയത്. ഒരു മേൽവിരിയുടെ നീളം 30 മുഴം, ആ മേൽവിരിയുടെ വീതി 4 മുഴം. 11 മേൽവിരികൾക്കും ഒരേ അളവ്. 5 മേൽവിരികൾ പ്രത്യേകമായും 6 മേൽവിരികൾ പ്രത്യേകമായും അവൻ യോജിപ്പിച്ചു. കൂട്ടി യോജിപ്പിച്ച മേൽവിരിയുടെ വക്കിൽ അഗ്രഭാഗത്ത് 50 കണ്ണികളും കൂട്ടിച്ചേർത്ത രണ്ടാമത്തെ മേൽവിരിയുടെ വക്കിൽ 50 കണ്ണികളും ഉണ്ടാക്കി. ഒന്നായിരിക്കാൻ കൂടാരം കൂട്ടിച്ചേർക്കുന്നതിന് അവൻ 50 പിച്ചള കൊളുത്തുകൾ ഉണ്ടാക്കി. കൂറക്കിട്ട മുട്ടാട്ടിൻ തോലിന്റെ ഒരാവരണം കൂടാരത്തിന് വേണ്ടി അവൻ ഉണ്ടാക്കി. അതിന് മുകളിലായി നിലക്കരടിത്തോളിന്റെ ഒരാവരണവും. അവൻ ആലയത്തിനായി ലംബമായ കരുവേലത്തടികൾ കൊണ്ട് ക്രാസികൾ ഉണ്ടാക്കി. ക്രാസി ഒന്നിന്റെ വീതി 1.5 മുഴം, ക്രാസിയുടെ നീളം 10 മുഴം. ഒന്നൊന്നിനോട് കൂട്ടിയിണക്കുന്ന 2 തള്ളുകൾ വീതം ഓരോ ക്രാസിക്കും ഉണ്ടായിരുന്നു. ആലയത്തിന്റെ എല്ലാ ക്രാസികൾക്കും അവൻ അപ്രകാരം ഉണ്ടാക്കി. ആലയത്തിനായി ക്രാസികൾ അവൻ ഉണ്ടാക്കി. തെക്ക് വശത്ത് തെക്കോട്ട് 20 ക്രാസികൾ. 20 ക്രാസികളുടെ കീഴിലായി 40 വെള്ളിപ്പാദകുടങ്ങൾ അവൻ ഉണ്ടാക്കി. ഒരു ക്രാസിയുടെ 2 തള്ളുകൾക്ക് കീഴിലായി 2 പാദകുടങ്ങൾ, മറ്റേ ക്രാസിയുടെ 2 തള്ളുകൾക്ക് കീഴിലായി 2 പാദകുടങ്ങൾ. ആലയത്തിന്റെ രണ്ടാമത്തെ വശത്തിനായി, അതായത് വടക്ക് വശത്തിനായി 20 ക്രാസികൾ അവൻ ഉണ്ടാക്കി. അവയുടെ 40 പാദകുടങ്ങൾ വെള്ളിയായിരുന്നു. ഒരു ക്രാസിക്ക് കീഴിൽ 2 പാദകുടങ്ങൾ, 2 പാദകുടങ്ങൾ മറ്റേ ക്രാസിക്ക് കീഴിൽ. ആലയത്തിന്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വശത്ത് അവൻ 6 ക്രാസികൾ നിർമ്മിച്ചു.
പിൻഭാഗത്ത് ആലയത്തിന്റെ മൂലകൾക്കായി 2 ക്രാസികൾ അവൻ ഉണ്ടാക്കി. അവ ചുവട് മുതൽ ജോഡിയായിരുന്നു. തലയ്ക്കലും അവ ജോഡിയായി ഒന്നിച്ച് ഒരേ വളയത്തിലായിരുന്നു. അവ രണ്ടിന്റെയും 2 മൂലകൾക്കായി അവൻ അപ്രകാരം ഉണ്ടാക്കി. 8 ക്രാസികൾ ഉണ്ടായിരുന്നു. അവയുടെ പാദകുടങ്ങൾ വെള്ളിയായിരുന്നു. 16 പാദകുടങ്ങൾ, ഓരോ ക്രാസിയുടെയും ചുവട്ടിൽ 2 പാദകുടങ്ങൾ വീതം. അവൻ കരിവേലത്തടിയുടെ അഴികൾ ഉണ്ടാക്കി. ആലയത്തിന്റെ ഒന്നാമത്തെ വശത്തെ ക്രാസികൾക്ക് 5 എണ്ണം, ആലയത്തിന്റെ രണ്ടാമത്തെ വശത്തെ ക്രാസികൾക്ക് 5 അഴികൾ. പിൻഭാഗത്ത് പടിഞ്ഞാറായി ആലയത്തിന്റെ ക്രാസികൾക്ക് 5 അഴികൾ. ക്രാസികളുടെ മധ്യത്തിലൂടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കടക്കാനായി നടുവിലത്തെ അഴി അവൻ ഉണ്ടാക്കി. അവൻ ക്രാസികൾ സ്വർണം പൊതിഞ്ഞു. അഴികൾക്ക് സങ്കേതങ്ങളായ അവയുടെ വളയങ്ങൾ സ്വർണം കൊണ്ടുണ്ടാക്കി. അഴികളും സ്വർണം പൊതിഞ്ഞു. നീല, ധൂമ്ര, കടും ചെമ്പ് നൂലുകൾ, പിരിച്ച ചണം എന്നിവ കൊണ്ട് അവനൊരു തിരശീലയുണ്ടാക്കി. കെരൂബുകളുള്ള വിദഗ്ധ കലാസൃഷ്ടിയായി അത് സജ്ജമാക്കി. അവൻ അതിന് കരുവേലം കൊണ്ടുള്ള 4 തൂണുകൾ ഉണ്ടാക്കി. അവ സ്വർണം പൊതിഞ്ഞു. അവയുടെ കൊളുത്തുകളും സ്വർണമായിരുന്നു. അവയ്ക്ക് 4 വെള്ളിപ്പാദകുടങ്ങൾ അവൻ വാർത്തു. നീല, ധൂമ്ര, കടും ചെമ്പ് നൂലുകളും പിരിച്ച ചണവും കൊണ്ടുള്ള ചിത്രത്തുന്നൽ പണിയായ ഒരു വിരി കൂടാരവാതിലിന് അവൻ ഉണ്ടാക്കി. അതിന്റെ 5 തൂണുകളും അവയുടെ കൊളുത്തുകളും മകുടങ്ങളും പട്ടകളും അവൻ സ്വർണം പൊതിഞ്ഞു. അവയുടെ 5 പാദകുടങ്ങൾ പിച്ചളയായിരുന്നു. പുറപ്പാട് പുസ്തകം 37-ാം അധ്യായം. ബെസാലേൽ കരിവേലത്തടിയുടെ പേടകം ഉണ്ടാക്കി. അതിന്റെ നീളം 2.5 മുഴം, അതിന്റെ വീതി 1.5 മുഴം, അതിന്റെ ഉയരം 1.5 മുഴം. അവൻ അത് അകവും പുറവും ശുദ്ധ സ്വർണം പൊതിഞ്ഞു. അതിനു ചുറ്റും ഒരു സ്വർണ്ണ അരികുപട്ട പിടിപ്പിച്ചു. അവൻ അതിനായി അതിന്റെ 4 കീഴ്പ്പടികൾ മേൽ 4 സ്വർണ്ണ വളയങ്ങൾ, 2 വളയങ്ങൾ ഒരു വശത്തും 2 വളയങ്ങൾ മറുവശത്തുമായി വാർത്തു. അവൻ കരുവേലത്തടിയുടെ തണ്ടുകൾ ഉണ്ടാക്കി. അവ സ്വർണം പൊതിഞ്ഞു. പേടകം സംവഹിക്കേണ്ടതിന് പേടകത്തിന്റെ പാർശ്വങ്ങളിലെ വളയങ്ങളിൽ അവൻ തണ്ടുകൾ കടത്തി. അവൻ ശുദ്ധ സ്വർണത്തിന്റെ ഒരു കൃപാസനം ഉണ്ടാക്കി. അതിന്റെ നീളം 2.5 മുഴം, വീതി 1.5 മുഴം. 2 സ്വർണ്ണ കെരൂബുകളെയും അവൻ ഉണ്ടാക്കി. കൃപാസനത്തിന്റെ 2 അറ്റത്തുമായി അടിച്ചു പണിതാണ് അവയുണ്ടാക്കിയത്. കൃപാസനത്തിന്മേൽ 2 അറ്റത്തുമായാണ് അവൻ കെരൂബുകളെ, ഒരു കെരൂബിനെ അങ്ങേയറ്റത്തും മറ്റേ കെരൂബിനെ ഇങ്ങേയറ്റത്തും ഉണ്ടാക്കിയത്. കെരൂബുകൾ മുകളിലേക്ക് ചിറകുകൾ വിരിച്ച് അവയുടെ ചിറകുകൾ കൊണ്ട് കൃപാസനത്തിന്മേൽ മേലാപ്പൊരുക്കിയിരുന്നു. അവ ഒന്നിനൊന്ന് അഭിമുഖമായിരുന്നു. അവയുടെ മുഖങ്ങളാകട്ടെ കൃപാസനത്തിനു നേർക്കും. അവൻ കരുവേലത്തടിയുടെ മേശയുണ്ടാക്കി. അതിന് നീളം 2 മുഴം, വീതി 1 മുഴം, ഉയരം 1.5 മുഴം. അവൻ അത് ശുദ്ധ സ്വർണം പൊതിഞ്ഞ് അതിനു ചുറ്റും സ്വർണ്ണ അരികുപട്ട പണിതു. അതിന് കൈപ്പത്തിയുടെ വീതിയുള്ള ഒരു ചട്ടം ചുറ്റുമുണ്ടാക്കി. ചട്ടത്തിനു ചുറ്റും സ്വർണ്ണ അരികുപട്ടയും അവൻ പണിതു. അതിന് അവൻ 4 സ്വർണ്ണ വളയങ്ങൾ വാർത്തു. വളയങ്ങൾ അതിന്റെ 4 കാലുകൾക്കുള്ള 4 മൂലകളിലായി പിടിപ്പിച്ചു. മേശ ചുമന്നുകൊണ്ടു പോകാൻ ചട്ടത്തോട് ചേർന്നായിരുന്നു തണ്ടുകൾക്ക് സങ്കേതങ്ങളായ വളയങ്ങൾ. മേശ ചുമന്നുകൊണ്ടു പോകാൻ കരുവേലത്തടിയുടെ തണ്ടുകൾ ഉണ്ടാക്കി. അവ സ്വർണം പൊതിഞ്ഞു. മേശപ്പുറത്തേക്ക് വേണ്ട ഉപകരണങ്ങൾ, അതായത് അതിന്റെ താലങ്ങൾ, തളികകൾ, ചഷകങ്ങൾ, പാനീയം ഒഴിച്ചു വയ്ക്കാനുള്ള കലശങ്ങൾ എന്നിവ ശുദ്ധ സ്വർണം കൊണ്ട് അവൻ ഉണ്ടാക്കി. അവൻ ശുദ്ധ സ്വർണത്തിന്റെ ഒരു വിളക്കുകാൽ ഉണ്ടാക്കി. അടിച്ചു പണിതാണ് വിളക്കുകാൽ രൂപപ്പെടുത്തിയത്. അതിൽ നിന്ന് തന്നെയുള്ളതായിരുന്നു അതിന്റെ ചുവടും അതിന്റെ തണ്ട്, മുട്ടുകൾ, മുകുളങ്ങൾ എന്നിവയും അതിന്റെ പുഷ്പങ്ങളും. അതിന്റെ വശങ്ങളിൽ നിന്ന് 6 ശിഖരങ്ങൾ പുറപ്പെട്ടു. വിളക്കിന്റെ ഒരു വശത്തു നിന്ന് 3 ശിഖരങ്ങൾ, വിളക്കിന്റെ രണ്ടാമത്തെ വശത്തു നിന്ന് 3 ശിഖരങ്ങൾ. ഒരു ശിഖരത്തിൽ മുകുളവും പുഷ്പവുമുള്ള 3 മുട്ടുകൾ, അവയ്ക്ക് ബദാം പുഷ്പാകൃതി. അടുത്ത ശിഖരത്തിൽ മുകുളവും പുഷ്പവുമുള്ള 3 മുട്ടുകൾ, അവയ്ക്ക് ബദാം പുഷ്പാകൃതി. വിളക്കിൽ നിന്ന് പുറപ്പെടുന്ന 6 ശിഖരങ്ങൾക്കും അപ്രകാരം തന്നെ. വിളക്ക് തണ്ടിന്മേലാകട്ടെ 4 മുട്ടുകൾ, അതിന്റെ മുകുളത്തിനും പുഷ്പത്തിനും ബദാം പുഷ്പാകൃതി. അതിൽ നിന്നുള്ള ഒരു ജോഡി ശിഖരങ്ങളുടെ ചുവട്ടിൽ ഒരു മുകുളം.
അതിൽ നിന്നുള്ള അടുത്ത ജോഡി ശിഖരങ്ങളുടെ ചുവട്ടിൽ ഒരു മുകുളം, അതിൽ നിന്നുള്ള അടുത്ത ജോഡി ശിഖരങ്ങളുടെ ചുവട്ടിൽ ഒരു മുകുളം, അങ്ങനെ അതിൽ നിന്ന് പുറപ്പെടുന്ന 6 ശിഖരങ്ങൾ. അതിൽ നിന്നായിരുന്നു അവയുടെ മുകുളങ്ങളും ശിഖരങ്ങളും. അത് മുഴുവൻ ശുദ്ധ സ്വർണത്തിന്റെ ഒരു അടിച്ചുപണിയായിരുന്നു. അതിന്റെ 7 ചെരാതുകളും അതിന്റെ ചവണകളും തട്ടങ്ങളും ശുദ്ധ സ്വർണം കൊണ്ട് അവൻ ഉണ്ടാക്കി. അതും അതിന്റെ സകല ഉപകരണങ്ങളും 1 താലന്ത് ശുദ്ധ സ്വർണം കൊണ്ട് അവൻ ഉണ്ടാക്കി. അവൻ കരുവേലത്തടിയുടെ ഒരു ധൂപന ബലിപീഠം പണിതു. അതിന്റെ നീളം 1 മുഴം, വീതി 1 മുഴം. അത് സമചതുരമായിരുന്നു. അതിന്റെ ഉയരം 2 മുഴം. അതിന്റെ കൊമ്പുകൾ അതിൽ നിന്നു തന്നെയായിരുന്നു. അവൻ അത് അതിന്റെ മുകൾ ഭാഗവും ചുറ്റുവശങ്ങളും കൊമ്പുകളും ശുദ്ധ സ്വർണം പൊതിഞ്ഞു. അതിനു ചുറ്റും സ്വർണ്ണ അരികുപട്ട പിടിപ്പിച്ചു. അരികുപട്ടയ്ക്ക് താഴെ അതിന് 2 സ്വർണ്ണ വളയങ്ങൾ അവൻ ഉണ്ടാക്കി. തണ്ടുകൾ കൊണ്ട് അത് വഹിക്കേണ്ടതിന് അവയ്ക്കുള്ള കുഴകളായി അതിന്റെ ഇരുവശങ്ങളിലും 2 ചരിവുകളിലായാണ് അവ ഉണ്ടാക്കിയത്. അവൻ കരുവേലത്തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി. അവ സ്വർണം പൊതിഞ്ഞു. വിശുദ്ധ വസ്തുവായ അഭിഷേക തൈലവും ശുദ്ധ പരിമള ധൂപന വസ്തുക്കളും വിദഗ്ധ നിർമ്മിത സുഗന്ധക്കൂട്ടായി അവൻ തയ്യാറാക്കി. 64-ാം സങ്കീർത്തനം. ദൈവമേ, എന്റെ ആവലാതിയിലെ സ്വരം കേൾക്കണമേ. ശത്രുഭയത്തിൽ നിന്ന് എന്റെ ജീവൻ കാത്തു സൂക്ഷിക്കണമേ. ദുർവൃത്തരുടെ ആലോചനയിൽ നിന്നും ദുഷ്കർമ്മികളുടെ തന്ത്രത്തിൽ നിന്നും എന്നെ മറയ്ക്കണമേ. അവർ തങ്ങളുടെ നാവ് വാൾ പോലെ മൂർച്ചയുള്ളതാക്കുന്നു. തങ്ങളുടെ പരുഷവചനമാകുന്ന അസ്ത്രം അവർ തൊടുക്കുന്നു. നിർദോഷനെ ഒളിയിടങ്ങളിൽ എയ്യാൻ തന്നെ അവർ ഭയമെഞ്ഞ് അവനെ പെട്ടെന്ന് എയ്യുന്നു. തങ്ങൾക്കായി അവർ ദുഷ്കാര്യം മുറുകെ പിടിക്കുന്നു. കെണികൾ ഒളിച്ചു വെക്കാൻ അവർ കണക്ക് കൂട്ടുന്നു. അവ ആര് കാണും എന്ന് അവർ പറയുന്നു. കുതന്ത്രങ്ങൾ മനഞ്ഞ് അവർ പറയുന്നു, വിദഗ്ധ തന്ത്രം നമ്മൾ പൂർത്തിയാക്കി. മനുഷ്യന്റെ അന്തരംഗവും ഹൃദയവും എത്ര ദുർഗ്രഹം. എന്നാൽ ദൈവം അവരുടെ മേൽ അസ്ത്രം അയച്ചു. അവരുടെ ക്ഷതങ്ങൾ അപ്രതീക്ഷിതമായിരുന്നു. തങ്ങൾക്കെതിരായി സ്വന്തം നാവിനെ തന്നെ അവർ വഴിതെറ്റിച്ചു. അവരെ കാണുന്ന ആരും ഓടിയകലും. അപ്പോൾ മനുഷ്യവംശം മുഴുവൻ ഭയപ്പെട്ട് ദൈവത്തിന്റെ പ്രവൃത്തി വർണ്ണിച്ചു. അവിടുത്തെ കൃത്യം അവർ ഉത്ബോധിപ്പിച്ചു. നീതിമാൻ കർത്താവിൽ സന്തോഷിക്കട്ടെ. അവൻ അവിടുന്നിൽ അഭയം തേടട്ടെ. പരമാർത്ഥ ഹൃദയരെല്ലാം അഭിമാനം കൊള്ളട്ടെ. 65-ാം സങ്കീർത്തനം. ദൈവമേ, സിയോനിൽ അങ്ങ് സ്തുത്യർഹനാണ്. അങ്ങേക്കുള്ള നേർച്ച നിറവേറ്റപ്പെടും. പ്രാർത്ഥന ശ്രവിക്കുന്നവനെ സമസ്ത ജഡവും അങ്ങേ പക്കലേക്ക് വരുന്നു. കുറ്റകൃത്യങ്ങൾ ഞങ്ങൾക്ക് അതീതമായി പ്രബലപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളുടെ അതിക്രമങ്ങൾ പരിഹരിക്കുന്നു. അങ്ങ് തിരഞ്ഞെടുത്ത് സന്നിധിയിൽ എത്തിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ അങ്ങയുടെ അങ്കണങ്ങൾ വാസസ്ഥാനമാക്കും. അങ്ങയുടെ ഭവനത്തിന്റെ നന്മ കൊണ്ട്, അങ്ങയുടെ ആലയത്തിന്റെ വിശുദ്ധി കൊണ്ട് ഞങ്ങൾ സംതൃപ്തരാകും. ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഭൂമിയുടെ അതിർത്തികൾ മുഴുവന്റെയും വിദൂര സമുദ്രത്തിന്റെയും സുരക്ഷയെ, നീതിയോടെ ഭീതിത പ്രവൃത്തികൾ അങ്ങ് ഞങ്ങൾക്ക് ഉത്തരമായി അരുളുന്നു. അവിടുന്ന് കരുത്തുകൊണ്ട് അരമുറുക്കി സ്വന്തം ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. സമുദ്രങ്ങളുടെ ഇരമ്പലും തിരമാലകളുടെ ആരവവും ജനപദങ്ങളുടെ ലഹളയും അവിടുന്ന് ശമിപ്പിക്കുന്നു. അതിർത്തി പ്രദേശ നിവാസികളും അങ്ങയുടെ അടയാളങ്ങൾ മൂലം ഭയപ്പെട്ടു. ഉദയാസ്തമയങ്ങളുടെ പ്രഭാവസ്ഥാനങ്ങൾ ആർത്തു വിളിക്കാൻ അങ്ങ് ഇടയാക്കുന്നു. അങ്ങ് ഭൂമിയെ സന്ദർശിച്ച് അതിനെ ജലസമൃദ്ധമാക്കുന്നു. അതിനെ ഏറെ ഫലപുഷ്ടമാക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് നദി ജലഭരിതമാണ്. അങ്ങ് അവരുടെ ധാന്യം ഉറപ്പാക്കുന്നു. എന്തെന്നാൽ ഈ വിധമാണ് അങ്ങ് അതിനെ സജ്ജമാക്കിയിരിക്കുന്നത്. അങ്ങ് അതിന്റെ ഉഴവുചാലുകൾ സേചനം ചെയ്യുന്നു. അതിന്റെ വരമ്പുകൾ ഇടിച്ചുറപ്പിക്കുന്നു. ധാരധാരയായി അതിനെ കുതിർക്കുന്നു. അങ്ങ് അതിന്റെ മുളയെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ നന്മയുടെ സന്മത്സരത്തെ അങ്ങ് കിരീടമണിയിക്കുന്നു. അങ്ങയുടെ രഥച്ചാലുകൾ പുഷ്ടി പൊഴിക്കുന്നു. മരുപ്രദേശത്തെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. കുന്നുകൾ സന്തോഷം അരക്കെട്ടായി അണിയുന്നു. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻപറ്റത്തെ വസ്ത്രമായി അണിഞ്ഞിരിക്കുന്നു. താഴ്വരകൾ ധാന്യം ഉടുത്തിരിക്കുന്നു. അവ ഉല്ലസിച്ചാർക്കുന്നു, ഒപ്പം പാടുകയും ചെയ്യുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 43 വരെയുള്ള തിരുവചനങ്ങൾ.
യേശു വീണ്ടും വഞ്ചിയിൽ മറുകരയിലെത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി. അവൻ കടൽ തീരത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ സിനഗോഗ് അധികാരികളിൽ ഒരുവനായ ജായിറോസ് അവിടെ വന്നു. അവൻ യേശുവിനെ കണ്ട് കാൽക്കൽ വീണ് അവനോട് കേണപേക്ഷിച്ചു, "എന്റെ ഓമന മകൾ മരിക്കാറായി കിടക്കുന്നു. അവൾ സൗഖ്യം പ്രാപിച്ച് ജീവിക്കാനായി അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വയ്ക്കണമേ." യേശു അവന്റെ കൂടെ പോയി. വലിയൊരു ജനക്കൂട്ടം അവനെ അനുഗമിക്കുകയും തിക്കിഞ്ഞെരുക്കുകയും ചെയ്തു. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരിൽ നിന്ന് ഏറെ കഷ്ടപ്പാടുകൾ സഹിക്കുകയും അവൾക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും പ്രയോജനപ്പെട്ടില്ലെന്ന് മാത്രമല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. യേശുവിനെ കുറിച്ച് കേട്ടിരുന്ന അവൾ ജനക്കൂട്ടത്തിനിടയിലൂടെ അവന്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ തൊട്ടു. കാരണം അവൾ പറഞ്ഞിരുന്നു, "അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും." ഉടനെ അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ വ്യാധിയിൽ നിന്ന് സുഖം പ്രാപിച്ചിരിക്കുന്നെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. ഉടനെ യേശു തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടതറിഞ്ഞ് തിരിഞ്ഞ് ജനമധ്യത്തിൽ നിന്നുകൊണ്ട് ചോദിച്ചു, "ആരാണ് എന്റെ വസ്ത്രത്തിൽ തൊട്ടത്?" ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, "ജനക്കൂട്ടം നിന്നെ തിക്കിഞ്ഞെരുക്കുന്നത് കാണുന്നില്ലേ? എന്നിട്ടും ആരാണ് എന്നെ തൊട്ടതെന്ന് നീ ചോദിക്കുന്നുവോ?" ഇത് ചെയ്തത് ആരെന്ന് കാണാൻ അവൻ ചുറ്റും നോക്കി. ആ സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞ് ഭയന്ന് വിറച്ചു വന്ന് അവന്റെ മുമ്പിൽ വീണ് സത്യം മുഴുവൻ അവനോട് പറഞ്ഞു. അവൻ അവളോട് പറഞ്ഞു, "മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തിൽ പോകുക, വ്യാധിയിൽ നിന്ന് വിമുക്തിയായിരിക്കുക." യേശു സംസാരിച്ചു കൊണ്ടിരിക്കെ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്ന് പറഞ്ഞു, "നിന്റെ മകൾ മരിച്ചു. ഗുരുവിനെ ഇനിയും എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു?" ആ വാക്ക് കാര്യമാക്കാതെ യേശു സിനഗോഗ് അധികാരിയോട് പറഞ്ഞു, "ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക." പത്രോസും യാക്കോബും യാക്കോബിന്റെ സഹോദരൻ യോഹന്നാനും ഒഴികെ മറ്റാരും തന്നോടുകൂടെ പോരാൻ അവൻ അനുവദിച്ചില്ല. അവർ സിനഗോഗ് അധികാരിയുടെ വീട്ടിലെത്തി. അവിടെ ബഹളവും വിലാപവും ഉച്ചത്തിലുള്ള അലമുറയും അവൻ കണ്ടു. അകത്തു പ്രവേശിച്ച് അവൻ അവരോട് പറഞ്ഞു, "എന്തിനാണ് നിങ്ങൾ ബഹളം വെക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്." അവർ അവനെ പരിഹസിച്ചു. അവനാകട്ടെ അവരെ എല്ലാവരെയും പുറത്താക്കിക്കൊണ്ട് കുട്ടിയുടെ മാതാപിതാക്കന്മാരെയും തന്റെ കൂടെ ഉണ്ടായിരുന്നവരെയും കൂട്ടിക്കൊണ്ട് കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. അവൻ കുട്ടിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു, "തലീത്താക്കും," ബാലികെ എഴുന്നേൽക്കൂ എന്നർത്ഥം. ഉടനെ ബാലിക എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവർ അത്യന്തം ആശ്ചര്യപ്പെട്ടു. ആരും ഈ വിവരം അറിയരുതെന്ന് യേശു അവർക്ക് കർശനമായ ആജ്ഞ നൽകി. അവൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവെന്നും അവൻ പറഞ്ഞു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.